ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന മരത്തിനെ പറ്റി എന്തെങ്കിലും അറിവിലുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ കണ്ടുപോയിക്കോളൂ. ഇതെന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരുമോ കേട്ടോ. ഇത് ഭയങ്കര വിവാദമായി ഇങ്ങോട്ട് നിൽക്കുകയാണ്. കാരണം കുറച്ച് ആൾക്കാർ പറയും ഇത് അരിനെല്ലിക്കയാണ്, കുറച്ച് ആൾക്കാർ പറയും ഇത് ഓർക്കാപ്പുളിയാണ്. സത്യത്തിൽ ഇത് എന്താണ്? മറ്റേ സിനിമയിൽ പറയണ പോലെ താനാരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ പറഞ്ഞ പോലെ ഡയലോഗ് ഇതിനോട് ചോദിച്ചേണ്ടി വരും. എന്നാലും ഇപ്പോൾ ഇത് അറിയുള്ളൂ. കാരണം ഇത് പടവും മുളച്ചുണ്ടായ സംഭവമാണ്, തന്നെത്താനുണ്ടായതാണ്. പക്ഷെ എന്താണെന്നുള്ളത് നമുക്കറിയണ്ടേ, അതിൻ്റെ കായ് എന്തേക്കാരം എന്നുള്ളത് അറിയണ്ടേ. അരിനെല്ലിക്കൊക്കെ ആണെങ്കിൽ ഒരു കാര്യമല്ലേ, നമ്മളെ മുറ്റത്തൊരു അരിനെല്ലിക്ക പറഞ്ഞാൽ. ഏതായാലും ഇതെന്താണെന്ന് അറിയണമല്ലോ ഒന്ന് കമൻറ്റ് ചെയ്ത് തരുമോണ്ടി. ഞാനാണെങ്കിൽ ഈ സാധനം ഇവിടെ കുഴിച്ചിടുന്നതിൻ്റെ മുന്നേ അതിൽ നീട്ടൊരു അയൽ കിട്ടീനി. അതാണെന്നുണ്ടെങ്കിലോ അയലുമ്പോൾ സാധനം ഇട്ട് കഴിഞ്ഞാൽ അയൽ ഇങ്ങനെ വരും അതിൻ്റെ മേത്തേക്ക്. അതാണെങ്കിൽ അപ്പം ഇങ്ങനെ വളഞ്ഞാണ് നിൽക്കുകയും ചോദിച്ചു. ആകെ ഗതിയിട്ടിക്കണ് പൈമ, അത് ഉണ്ടായതുകൊണ്ട് തന്നെ ഗതിയിട്ടിക്കണ്. പിന്നെ അരിനെല്ലിക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓർക്കാപ്പുളി പറഞ്ഞാൽ പിന്നെ വലിയ ഇഷ്ടമുള്ളവരും ഉണ്ടാവും കേട്ടോ. എനിക്ക് വലിയൊരു കമ്പമൊന്നും ഇല്ല ഓർക്കാപ്പുളിനോട്. അരിനെല്ലിക്കാണെങ്കിൽ വമ്പനേക്കാരം. അപ്പം അത് ആർക്കെങ്കിലും ഇത് അറിയണമല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോണ്ടിട്ട് മക്കളെ. ആ അയലോണ്ട് കുടുങ്ങിങ്ങാണ്ട് ഗതിയിട്ട് നിൽക്കുകയാണ് മുപ്പത്തി അവിടെ. ഗതിയിട്ടുകൊണ്ട് പറഞ്ഞാൽ വയമ്പം ഗതിയല്ലേ എന്നെ ഗതിയിട്ടിക്കണത്. കാരണം ആ അയല തോരടിനോട് കൂടി അത് ആണ് അങ്ങനെ വളഞ്ഞാണ് നിൽക്കണത്. പിന്നെ ആ തുണി കുപ്പായ കൈമന്ന് എടുക്കുമ്പോഴുള്ള അതിനൊരു മോചനം. എന്തപ്പോൾ ചെയ്യുമൊന്നും ചെയ്യാതെ കഥ കാര്യപ്പോൾ നല്ലതാണ്. ബാക്കി നാളെ.